നമസ്കാരം. ബംഗ്ലാദേശിന്റെ അഹങ്കാരം അത് ചെറുതൊന്നുമല്ല. ഇപ്പോൾ എന്തായാലും T20 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശ് പിന്മാറിയ ICC പറഞ്ഞ ശരി പോണെങ്കിൽ പോക്കെ ഞങ്ങൾ സ്കോട്ട്ലാൻഡ് ഇറക്കിക്കോളാം എന്ന് പറഞ്ഞ ICC നിലപാടെടുക്കുമ്പോൾ പോലും ബംഗ്ലാദേശിന് ഒരു തരത്തിലുമുള്ള അഹങ്കാരം കുറവില്ല എന്ന് പറയേണ്ടി വരും. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ മാത്രമായിട്ട് ബന്ധപ്പെട്ട് ICC നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രം 240 കോടിയോളം രൂപയാണ് ഈ T20 ലോകകപ്പിൽ നിന്ന് പിന്മാറുന്നതിലൂടെ നഷ്ടപ്പെടുന്നത്. ഇത് പറയുന്നത് പോലെ ICC നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രമാണ്. ബാക്കിയുള്ള ബ്രോഡ്കാസ്റ്റിങ്ങും മറ്റു വരുമാനങ്ങളും എല്ലാം ചേർത്ത് ഏകദേശം ഒരു 400-450 ക്രോഡ്സോളം വരും. ഇത് ഏകദേശം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കിട്ടേണ്ട ഒരു 60% വരുമാനത്തിൻ്റെ ഇടിവായിട്ട് മാറും. ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കളിക്കാനൊന്നുമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ബംഗ്ലാദേശിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ബംഗ്ലാദേശിൻ്റെ കോമഡി മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് കായിക ഉപദേഷ്ടാവായ ആസിഫ് നസ്രുൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അഭിമാനമാണ് വലുത്, ഞങ്ങൾ T20 വേൾഡ് കപ്പ് ഒന്നും കളിക്കില്ല, ICC നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ ദുഃഖിക്കും, കാരണം നിങ്ങൾക്കാണ് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. T20 വേൾഡ് കപ്പിൽ ബംഗ്ലാദേശ് കളിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ബംഗ്ലാദേശ് വ്യക്തി പോലും ഈ T20 വേൾഡ് കപ്പ് കാണില്ല, ICCക്ക് ഒരു തീരാ നഷ്ടമാകുമെന്ന് പറയും. ഇത് കോമഡി എന്ന് വെച്ചാൽ അവരെല്ലാവരും ഈ കളി കാണും. കാരണം അവർക്ക് ബംഗ്ലാദേശിലേക്ക് പോലും മറ്റു രാജ്യങ്ങൾ കളിക്കുന്ന അവർ കാണണം, അത് വേറൊരു കാര്യം. എന്തായാലും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് കേട്ടോ. അതായത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ പോലും ഞങ്ങൾക്ക് സുരക്ഷ തരാമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിശ്വസിച്ച് വരുമെന്നൊക്കെയാണ് ബംഗ്ലാദേശ് പറയുന്നത്. ഇവിടെ പാകിസ്ഥാൻ വന്ന് കളിച്ചിട്ട് പോയി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടുത്തിടയിലാണ് സംഭവിച്ചത്. അതിനിടയിലാണ് ബംഗ്ലാദേശ് കണ്ടിട്ട് ഞങ്ങൾക്ക് സുരക്ഷയൊന്നുമില്ലെന്ന്. എന്തായാലും ബംഗ്ലാദേശിൽ ഞങ്ങൾ ഇന്ത്യക്കാരനുഭവിക്കുന്ന അത്രയും പ്രശ്നമൊന്നും ബംഗ്ലാദേശുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, പറഞ്ഞൊന്ന് മാത്രം. ഇനി വേറെ കാര്യം, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊരു ടൂർണമെൻറ്റൊക്കെ ഈ വർഷം ഉണ്ടാവേണ്ടതാണ്. അത് ഏകദേശം ഇനി അതുണ്ടാവില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇനി ഉണ്ടാവില്ലല്ലോ. ബംഗ്ലാദേശ് ഇവിടെ വന്നിട്ട് കളിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ടൂർണമെൻറ്റ് കളിക്കാനോ ഒന്നും ബംഗ്ലാദേശിന് തയ്യാറാവില്ല. കാരണം അവർക്ക് അഭിമാനാണല്ലോ വലുത്, അഭിമാൻ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും മണ്ടത്തരം എന്നതിനേക്കാൾ ഉപരി ഇതിന് വേറൊന്നുമില്ല. മണ്ടത്തരം എന്നാണ് ഇതിനൊരു വാക്ക് പറയാനുള്ളത്. അഭിമാനം എന്ന് പറയുന്നത് അഭിമാനം ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം കിട്ടേണ്ടതായിരിക്കും. എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് അഭിമാനം എന്ന് പറയുമ്പോഴേക്കും രണ്ട് ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ഒന്ന്, പല ക്രിക്കറ്റ് ടീമുകളെയും വെറുപ്പിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് കളിക്കുന്നത് തന്നെ അറിയാം. അതായത് അവരുടെ ഈ വെറുപ്പിക്കൽ സ്വഭാവം ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ദ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും അവർ അഭിമാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരിങ്ങനെ അഭിമാനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടത്തിലേക്ക് നീങ്ങുകയെന്നല്ലാതെ വേറൊരു വഴിയില്ല. പ്ലെയേഴ്സിന് സാലറി കൊടുക്കണം. അവിടെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു ലീഗ് നടത്തിയിട്ട് അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ അഭിമാനം എന്ന് പറയുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷേ അഭിമാനത്തിന് കുറവൊന്നുമില്ല. എന്തായാലും ടൂർണമെൻറ്റ് കളിക്കാൻ വരുന്നില്ല എന്നൊരു തീരുമാനം ബംഗ്ലാദേശ് എടുക്കുമ്പോൾ 110% ഉറപ്പിച്ച് പറയാൻ നഷ്ടം ബംഗ്ലാദേശിന് മാത്രമാണ്. അത് വരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 240 crores ICCയുടെ ഭാഗത്തു നിന്ന് മാത്രം നഷ്ടപ്പെടുക. ബാക്കിയുള്ള ബ്രോഡ്കാസ്റ്റിങ്ങും ബാക്കിയുള്ള വേറെ അതിന് ഓരോ ടീമിനും അതിൻ്റേതായ ഒരു തുക കിട്ടും. അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് ഒരു ടൂർണമെൻറ്റ് വേണ്ടെന്ന് വെക്കുമ്പോൾ, അതും T20 ലോകകപ്പ് പോലെ ICCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിലൊന്ന്. ആ ടൂർണമെൻറ്റ് ഇപ്പോൾ വേൾഡ് കപ്പ്, 50 ഓവർ വേൾഡ് കപ്പ്, T20 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ഇതാണ് ICCയുടെ ഒരു പ്രധാനപ്പെട്ട 3 ടൂർണമെൻറ്റ്സ്. അതിൽ രണ്ടാമത്തെ ടൂർണമെൻറ്റാണ് ബംഗ്ലാദേശിന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വെക്കുന്നത്. എന്തായാലും അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ ബംഗ്ലാദേശ് തന്നെ അനുഭവിക്കട്ടെ, അതിനുള്ള ശക്തി ബംഗ്ലാദേശ് താരങ്ങൾക്ക് കിട്ടട്ടെ എന്നത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും അവർ ഇത്തവണ കളിക്കില്ല, അത് ICCക്ക് തീരെ നഷ്ടമാകും എന്നാണ് പറയുന്നത്. ICCക്ക് ഒരു നഷ്ടമില്ല, ഞങ്ങൾ സ്കോട്ട്ലാൻഡിനെ വെച്ച് കളിച്ചോളാം എന്നുള്ള ICC പറഞ്ഞതിന് ശേഷം വാലും ചുരുട്ടി തിരിച്ച് മടകിലേക്ക് കയറി പോകുന്ന ബംഗ്ലാദേശിനാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തീരുമാനം എടുത്തുപോയി, ഇനി കളിക്കാനും പറ്റില്ല, ഞങ്ങളെ തിരിച്ചും വിളിക്കുന്നില്ല എന്നൊരവസ്ഥയിൽ ബംഗ്ലാദേശ് നിൽക്കുകയാണ്. ബംഗ്ലാദേശ് ഒരു നിമിഷമെങ്കിലും വിചാരിച്ചാണ് ICC പറയും, അയ്യോ പോവല്ലേ ബംഗ്ലാദേശ് പോവല്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വെന്യൂ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. പക്ഷേ നിലപാട് അറിയിച്ചതിന് ശേഷം ICC ഒരു വലിയ ഉപകാരം, സന്തോഷം, പൊക്കോ, അതാണ് ഗേറ്റ്, ആ വഴി അങ്ങ് വിട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കൊരു വിലയില്ലേ എന്ന് ബംഗ്ലാദേശ് ചോദിക്കുകയാണ്. പക്ഷേ ചോദിച്ചുകൊണ്ട് അവരുടെ താരങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുറത്തെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടെ പോകും, കാരണം അഭിമാനം പോകുമല്ലോ. അതുകൊണ്ട് എന്തായാലും ഇത്തവണ ബംഗ്ലാദേശ് ഇല്ല, എല്ലാവരും ചേർന്നൊരു ടാറ്റ കൊടുത്തേക്ക്.